മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ നേതൃത്വത്തില് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക്, ലക്ഷക്കണക്കിന് ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും മേയറുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മേയറൊക്കെ എത്രത്തോളം വലിയ ഇടപെടലുകളാണ് നടത്തിയത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തെളിവ് സഹിതം മുന്നോട്ട് വെക്കുന്നത്. കമ്മികള് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വെള്ളം കൂടി പോലും മുട്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സകല മലയാളികളും തിരിച്ചറിയേണ്ടതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സ്ഥിരമായി നടന്നിരുന്ന ഒരു കൊള്ളയുടെ കടക്കൽ കത്തിവെച്ചുകൂടി മേയർ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കമ്മികളും കൊള്ളക്കാരും കൂടി വരുന്ന ഭക്തരിൽ നിന്ന് പിടിച്ചുപറി നടത്തിയിരുന്നു. അത്തരം പല മേഖലകളിലും മേയർ ഇടപെട്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. ചേട്ടാ, ഒരു മാനായിട്ടുള്ള റേറ്റ് മേടിക്കുക, 10 വരുന്നതായത് കുഴപ്പമില്ല. ഞങ്ങൾ ഈ ടാക്സി ഓടി വരുന്നിടത്തുനിന്നേ ഇത്ര 400 രൂപ മേടിക്കാൻ നിസ്സാര കാര്യമാണ്. ഇന്ന് വന്ന് നാളെ പൊങ്കൽ നടന്ന് പോകുന്നു. 3 ദിവസം അങ്ങനെ ലൈസൻസ് ഒരു ദിവസം സാറേ, 5 ദിവസം വരെ മഴയൊക്കെ ഇവിടെ നിന്ന് സാറിന് ചോദിച്ചു നോക്കുന്നത് സാറേ. 50 രൂപയിൽ കൂടുതൽ 5 പൈസ മേടിച്ചില്ലേ സാറേ? അല്ല, ഇന്നലെ തൊട്ട് ചോദിച്ചത് സാറേ. ലൈസൻസ് ഇല്ലാതെ നടത്താറില്ല. ആരായാലും കോർപ്പറേഷൻ ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഞങ്ങളുമായിട്ട് റേറ്റ് വാങ്ങിച്ചോ. അങ്ങോട്ട് കാറിന് എത്ര രൂപ? കാറിന് ഇങ്ങനെ തൊട്ട് സാർ 50-100 രൂപ. ഇങ്ങനെ തൊട്ടില്ല, അത് കുഴപ്പമില്ല. സാർ പറഞ്ഞ പൈസ അല്ല, നിങ്ങൾ എവിടെങ്കിലും ഏതെങ്കിലും ദൂര സ്ഥലങ്ങളിൽ പോയി എവിടെങ്കിലും ഈ 400 രൂപ പിരിവടിക്കുന്ന എവിടെങ്കിലും ഉണ്ടാവും. സത്യം പറഞ്ഞാൽ മനോഹരി തന്നാ ഉള്ള കാര്യം പറയാൻ. നിങ്ങൾ കണ്ടില്ലേ, പാർക്ക് ചെയ്യുന്നതിന് പോലും 400 രൂപ ഉൾപ്പെടെയാണ് വാങ്ങുന്നത്. ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നടന്നതാ. ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് അവർ ഇത്തവണയും അതേപോലെ തന്നെ പാർക്കിംഗ് ചെയ്യുന്നതിന് കൊള്ള നടത്താൻ ശ്രമിച്ചു. അവിടെ കൃത്യമായിട്ട് മേയർ ഇടപെട്ടു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കണ്ട എന്ന് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു. ഇതൊക്കെ കമ്മികളും ഈ പറയുന്ന സംവിധാന കൊള്ളക്കാരും കൂടെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ഭക്തരിൽ നിന്ന് കൊള്ളയടിച്ചതിന്റെ ഒരു ഉദാഹരണ. ഇവിടെയും മേയർ ഇടപെട്ടു. ഏതൊരു പ്രോഗ്രാം വരുമ്പോഴും ഇത്തരം കൊള്ളകളൊക്കെ കേരളത്തിൽ ഊടാനീളമുള്ളതാ. ഇതുപോലെ പ്രോഗ്രാമുകള്, ഇതുപോലെ മഹോത്സവങ്ങള് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് ഈ പറയുന്ന കൊള്ളക്കാരും കമ്മികളും കൂടി കൊള്ള നടത്താറുണ്ട്, പിടിച്ചു പറി നടത്താറുണ്ട്. ഇതിപ്പോ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭരണാധികാരിയായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇടപെടൽ നടത്തി അതിന്റെ കടക്കൽ കത്തിവെച്ച് അതങ്ങ് അവസാനിപ്പിച്ചിരിക്കുന്നു. വെള്ളം കൂടി മുട്ടിച്ചതുമായി ബന്ധപ്പെട്ട് ജലവകുപ്പ് മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടൊരു കത്ത് എഴുതിയിട്ടുണ്ട്. കൃത്യമായിട്ട് അതിൽ വിവരങ്ങൾ പറയുന്നുണ്ട്. എത്രത്തോളമാണ് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വെള്ളം കൂടി മുട്ടിച്ചത് എന്ന് ഞാൻ ആ കത്തൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വിഷയം: തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള വിതരണത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഫെബ്രുവരി മാസത്തിൽ നടന്ന കുടിവെള്ള വിതരണവും ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ നടന്ന കുടിവെള്ള വിതരണവും താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം ചില വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി സംശയിക്കുന്നു. കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ നഗരത്തിലെ പല ഭാഗത്തും കുടിവെള്ളം ലഭ്യമാക്കാത്തതിന് പിന്നിൽ ബോധപൂർവമായ വീഴ്ച ഉള്ളതായി സംശയിക്കുന്നു. വെള്ളയമ്പലം ഫിൽട്ടർ ഹൗസിലെ വാൽവ് നിയന്ത്രണത്തിലും മറ്റും വീഴ്ചകൾ ഉണ്ടായതായി അറിയുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലെ വാൽവ് നിയന്ത്രണത്തെ സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടത്തേണ്ടതാണ്. ജനലക്ഷങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കുടിവെള്ള വിതരണത്തിലെ ചെറിയ വീഴ്ചകൾ പോലും ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അതിനാൽ ഫിൽട്ടർ ഹൗസിലെയും മറ്റു വാൽവ് നിയന്ത്രണം കൃത്യമായി മോണിറ്റർ ചെയ്യണമെന്നും ആവശ്യമെങ്കിൽ പോലീസ് നിരീക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്തണമെന്നും കുടിവെള്ള വിതരണം സുഗമമാക്കണമെന്നും അതിനാൽ ആവശ്യപ്പെടുന്നു മേയർ. ഇതൊരു തുറന്ന കത്താണ്.
അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കേരള പൊതുസമൂഹത്തോട് മേയർ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു, ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ വെള്ളം കുടി പോലും മുട്ടിക്കാൻ ശ്രമിക്കുന്നു. ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാതിരിക്കുക എത്ര മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണ് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ചെയ്യാൻ ശ്രമിക്കുന്നത്. BJPയുടെ ഇമേജ് തകർക്കുക, BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനഹൃദയങ്ങളിൽ വലിയ രീതിയിൽ സ്ഥാനം ലഭിച്ചു എന്ന് കേരള സർക്കാർ പോലും വിലയിരുത്തിയതിന്റെ റിസൾട്ടാ. പരമാവധി വെള്ളം കൂടി പോലും നിറികേട് ചെയ്യുക, മനുഷ്യത്വരഹിതമായിട്ട് വെള്ളം കൂടി മുട്ടിക്കുക. എത്ര നിറികേടാണ് കേരള സർക്കാർ ചെയ്യുന്നത്. എന്നാൽ ഇതിനെയും മറികടന്നുകൊണ്ട് മേയർ രംഗത്തെത്തിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു, വേണമെങ്കിൽ അടുത്ത ജില്ലകളിൽ നിന്ന് പോലും ഞങ്ങൾ വെള്ളം എത്തിച്ചിട്ട് സുന്ദരമായിട്ട് ആറ്റുകാൽ പൊങ്കാല നടത്തി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്. യഥാർത്ഥത്തിൽ കേരള സർക്കാർ വെള്ളം കൂടി മുട്ടിച്ചത് പോലും BJP സംവിധാനം, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന മേയർ ഉൾപ്പെടെയുള്ള നേതൃത്വം മറികടന്നു. സുന്ദരമായിട്ട് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല BJP മറ്റൊരു സുന്ദരമായിട്ടുള്ള മറ്റൊരു വികസനം കൂടി നമ്മുടെ കേന്ദ്ര പെട്രോളിയം കേന്ദ്ര സഹമന്ത്രി ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ വക വലിയൊരു സമ്മാനം തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷന് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷന്റെ കൈത്താങ്ങ്. നമ്മുടെ തലസ്ഥാന നഗരിയെ കൂടുതൽ ശുചിത്വമുള്ളതാക്കാനും അതിനായി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ ശുചിത്വ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ പദ്ധതിക്ക് ഇന്ന് തുടക്കമാവുകയാണ്. മനുഷ്യപ്രയത്നം കുറച്ചുകൊണ്ട് അഴുക്കുചാലുകൾ വൃത്തിയാക്കാൻ സാധിക്കുന്ന അത്യാധുനിക സ്കാവഞ്ചിങ് മെഷീൻ ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് CPCL തിരുവനന്തപുരം കോർപ്പറേഷന് കൈമാറുകയാണ്. CSR ഫണ്ടിൽ നിന്ന് 58 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ അത്യാധുനിക യന്ത്രം നഗരത്തിനായി സമർപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഈ മാറ്റം പ്രധാനമാകുന്നു? തൊഴിലാളികളുടെ സുരക്ഷ, ശുചിത്വ തൊഴിലാളികൾ മാൻഹോളുകളിൽ നേരിട്ട് ഇറങ്ങുന്നത് ഒഴിവാക്കി അവരുടെ ആരോഗ്യവും സുരക്ഷയും 100% ഉറപ്പാക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യ 58 ലക്ഷം രൂപയുടെ ഈ അത്യാധുനിക മെഷീൻ വഴി കുറഞ്ഞ സമയത്തിനുള്ളിൽ നഗരം കൂടുതൽ ശാസ്ത്രീയമായി ശുചിയാക്കാൻ സാധിക്കും. ശുചിത്വ നഗരം തലസ്ഥാനത്തെ അഴുക്കുചാൽ സംവിധാനങ്ങൾ ഇനി മുതൽ കൂടുതൽ കാര്യക്ഷമമായി പരിപാലിക്കപ്പെടും. ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഈ ദൗത്യത്തിന് കൈകോർത്ത ചെന്നൈ പെട്രോളിയം കോർപ്പറേഷന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൈകോർക്കാം വൃത്തിയുള്ളതും മനോഹരവുമായ ഒരു കേരളത്തിനായി. കേന്ദ്ര സഹമന്ത്രി തിരുവനന്തപുരത്തിന് കൊടുത്ത സമ്മാനത്തെ കുറിച്ചാണ് ഞാനിവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സമരം ചെയ്യിപ്പിച്ച് അവരെ മുടിപ്പിക്കലല്ല, തൊഴിലാളികളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത്. അവർക്കൊരു അപകടവും സംഭവിക്കാതിരിക്കാൻ കരുതലെടുത്തത് നിങ്ങൾ കണ്ടില്ലേ. തൊഴിലാളികൾക്ക് കൂടുതൽ സുഖകരമായിട്ട് ജോലി ചെയ്യാനും അതിലൂടെ വലിയ രീതിയിൽ വൃത്തിയുള്ളൊരു തിരുവനന്തപുരം കോർപ്പറേഷൻ. എത്ര സുന്ദരമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വികസനങ്ങൾ നടത്തുന്നത്. സുരേഷ് ഗോപിക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുക. കേരളത്തിലുടനീളം അദ്ദേഹം ഇതുപോലെ കണ്ട് ഒരു ആവശ്യപ്പെടൽ പോലും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. തിരുവനന്തപുരം കോർപ്പറേഷന് BJP ഭരിക്കൽ തുടങ്ങിയതോട് കൂടിയിട്ട് എന്താണ് വികസനം എന്നുള്ളത് മലയാളികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് നിന്ന് സുരേഷ് ഗോപി, ഒരു ഭാഗത്ത് നിന്ന് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട മേയറുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ നമ്മുടെ നാട് വളരുന്നത് കേരള പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയാം. ഇതിന്റെയൊക്കെ റിസൾട്ട് വരുന്ന നിയമസഭാ ഇലക്ഷന്റെ റിസൾട്ടില് കൃത്യമായിട്ട് ഉണ്ടാവുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.